ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബീച്ചിലെ മേൽപ്പാലത്തിലെ ഗർഡറുകൾ താഴെ വീണിരിക്കുകയാണ്. മേൽപ്പാലത്തിലെ ഗർഡറുകൾ വീണത് തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ്. ശരത് എസ് വിവരങ്ങളുമായുണ്ട്. ശരത്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു. എങ്ങനെയാണിത് അപകടമുണ്ടായത്? പോലീസിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പ്രതികരിച്ചിട്ടില്ല. അവർ സ്ഥലത്തേക്ക് വരുന്നുള്ളൂ. അവരോട് ചോദിക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഈ തൊഴിലാളികളിൽ നിന്ന് പിന്നെ കൂടുതൽ കാര്യം അവരുടെ ആ അഭിപ്രായത്തിന് ആധികാരികമാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആളുകൾക്ക് ആക്ഷേപവും ആരോപണം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അവരുടെ ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത്രയും കിലോമീറ്ററോളം നീളത്തിൽ ഉള്ള ഒരു സംവിധാനമാണല്ലോ ഇത്. അപ്പോൾ ആളുകൾ ദൈനംദിനം ഇതിന്റെ കീഴേ കൂടി പോവുകയും ഇതിനടുത്ത് താമസിക്കുന്നവരുണ്ട്, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരുണ്ട്, വിശ്രമിക്കുന്നവരുണ്ട് താഴെ. പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ ബീച്ച് പോലുള്ള ടൂറിസം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യമെമ്പാടും നിന്നുള്ള ടൂറിസ്റ്റുകൾ വരുന്നൊരു ഇടമാണ് ആലപ്പുഴ. അപ്പോൾ ഈ ഒരു സംഭവം അത് ഗൗരവമായിട്ട് കാണേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇതേ രീതിയിൽ ആശങ്ക പങ്കിടുന്നത്. ഏതായാലും അതിന്റെ വിദഗ്ധർ വന്ന് അതിന്റെ കാര്യങ്ങളെ പറ്റി നിങ്ങളോട് കൂടുതൽ സംസാരിക്കട്ടെ. ഞാനിപ്പം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എന്റെ സാങ്കേതികപരമായിട്ട് പറയാൻ ഞാൻ പ്രാപ്തനല്ല. ആലപ്പുഴ ബീച്ചിലെ മേൽപ്പാലമാണ്. ആ മേൽപ്പാലത്തിന്റെ ഗർഡറാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. വലിയ ദുരന്തം ഒഴിവായി, ആളുകൾക്കൊന്നും പരിക്ക് ഏൽക്കാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. അത് സ്വാഭാവികമായ പ്രതിഷേധം എന്ന് പോലീസ് പറയുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന പരിശോധനയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. പ്രതികരണങ്ങളിലേക്ക് പോവാം. ബൈപ്പാസിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് അത് വേറെ തലത്തിലുള്ളതാണെന്നും നിങ്ങളെ ഒന്നും പങ്കെടുപ്പിച്ച് ആലോചന പോലും വേണ്ട എന്ന രീതിയിലുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇതിനു മുമ്പ് ഇവർ ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പൈപ്പ് ലൈനുകൾ പൊട്ടുന്നൊരു പ്രശ്നമുണ്ടായിട്ട് നിരന്തരം നമ്മൾ ഇതിന്റെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു താല്പര്യങ്ങളും കാണിക്കാതെ ഇവർ ഏകാധിപത്യ രീതിയിൽ ഇത് പണിതു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത് കണ്ടാൽ അറിയാം, ഇവിടെ വീട്ടുമുറ്റത്താണ് നടന്നിരിക്കുന്നത്. കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുന്ന സ്ഥലമാണ് ഇത്, വീട്ടുമുറ്റമാണ്. ഇവിടെ വീടുകളുടെ മതിലിനോട് ചേർന്നാണ് ഇവിടെ സ്ഥലമെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പൊ ആ വീട്ടിൽ കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുന്ന സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വേറൊരു സമയത്തായിരുന്നെങ്കിൽ ഇവിടെ വലിയ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദുരന്തമായി മാറാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്രമാത്രം ഒരു കോടികൾ മുടക്കിയുള്ള ഒരു ബൈപ്പാസ് നിർമ്മാണം നടക്കുമ്പോൾ ഇതിന്റെ സൂപ്പർവൈസിംഗ് ആരാണ്? ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് എപ്പോഴും കാണാറുള്ളത്. ഇവിടുത്തെ ഏതെങ്കിലും പ്രാദേശിക വിഷയങ്ങൾക്ക് ആരെങ്കിലും സമീപിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെയുള്ള മലയാളം അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനോ മലയാളം അറിയാവുന്ന ഒരു കോൺട്രാക്ടറോ ഒരു സൂപ്പർവൈസറോ ഇവിടെ വരാറില്ല. അപ്പോൾ ആർക്കാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം? ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് പരാതി പറഞ്ഞാൽ ഇവിടെ സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ വരാറില്ല. ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി കളക്ടറെ കഴിഞ്ഞ തവണ ഇവിടെ പൈപ്പ് പൊട്ടിയായിട്ട് ബന്ധപ്പെട്ട് പലതവണ പരാതി അയച്ചു. ഇവരിവിടെ തൂണിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ ആ കുഴിയിലെ മണ്ണ് മാറ്റിയിട്ട് ആ മണ്ണിന്റെ സ്ഥാനത്ത് WNC ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇട്ടാണ് കുഴി മൂടുന്നതെന്ന ആരോപണം ഉന്നയിക്കുകയും അതിന്റെ ഫോട്ടോ സഹിതം ഞങ്ങൾ പരാതി കൊടുക്കുകയും ചെയ്തതാണ്. എന്നിട്ട് ഇവിടെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാലോ, ഈ കോൺക്രീറ്റ് ഈ കമ്പിയും കണ്ടാൽ അറിയാലോ ഇതൊരു ദേശീയപാതയുടെ ഗുണനിലവാരത്തിലുള്ളതാണോ എന്നുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത് അന്വേഷണം നടത്തണം. ഇനി ഗുണനിലവാരം ഉറപ്പിച്ച ശേഷം മാത്രമേ ഏതെങ്കിലും നിലയിലുള്ള തുടർ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നുള്ള ആവശ്യമാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. ശരത് എസ് ഉണ്ട് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ ഒരുപാട് പരാതികൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. പ്രതിപക്ഷ സ്വരമാണെന്ന് തോന്നുന്നു ഇപ്പോൾ നടത്തിയ പ്രതികരണം. എങ്ങനെയാണ് ഈ ഗർഡർ തകർന്നു വീണത്? വലിയ അപകടം, ദുരന്തം സംഭവിക്കേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് അത് ഒഴിവായിരിക്കുന്നു. ശ്രുതി, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. അതായത് അവിടെ നിർമ്മാണം നടക്കുന്നു, ദീർഘനാളായി മേൽപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നു. ബൈപ്പാസിന്റെ മേൽപ്പാലത്തിന്റെ നിർമ്മാണമാണ് നടന്നു വരുന്നത്. ഇത് ഈ വഴി എന്ന് പറയുന്നത് ബീച്ചിന് സമീപമാണ്. നിരവധി യാത്രക്കാർ പോകുന്നു. മാത്രമല്ല വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ദൈനംദിനം വന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകൾ വന്നു പോകുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ടാവണം ഒരു പക്ഷേ അത്തരമൊരു ദുരന്തം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. ഈ മേൽപ്പാലത്തിലെ 4 ഗർഡറുകളാണ് തരത്തിൽ പെട്ടെന്ന് താഴേക്ക് വീണത്. 4 പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഈ നിർമ്മാണ
രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ഗർഡറുകൾ സ്ഥാപിക്കുന്ന സമയത്തായിരിക്കണം ഒരുപക്ഷെ അപകടം സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ്. നിലവിലെന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അഴിമതി ആരോപണം ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ശരത്, ഇപ്പോൾ അവിടെ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? പ്രതികരണങ്ങൾ കണ്ട ശേഷം മനുഷ്യന്മാരുടെ ജീവന്റെ വിഷയമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ മുന്നോട്ട് വരും. ഇവിടെ ഞങ്ങൾ തീരെ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾക്കൂടെ ജാതിയോ മതമോ രാഷ്ട്രീയ ചിന്താഗതികളില്ല. ഞങ്ങൾ സുരക്ഷയാണ് വിഷയം. ഞങ്ങൾ ആരും വികസനത്തിനെതിരല്ല. പക്ഷേ വികസനത്തിന്റെ പേരിൽ ഈ കാണിക്കുന്ന മറിമായങ്ങളെ കൂട്ടിനിക്കാൻ തയ്യാറല്ല. ഇത്തരം പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അമൃത് പദ്ധതിയിൽ അനുവദിച്ചിട്ടുള്ള പൈപ്പ് കണക്ഷൻ കിട്ടാൻ വേണ്ടി പോലും ബൈപ്പാസിന്റെയും റെയിൽവേയുടെയും അനുമതിക്ക് വേണ്ടി 5-6 മാസങ്ങളായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇടുതി പോലെ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റൂല. ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. ശരി, 4 ഗർഡറുകളാണ് ആലപ്പുഴ ബീച്ചിലെ പാലത്തിൽ തകർന്നു വീണിരിക്കുന്നത്.